ഇതിൽ ഒരു കോൺട്രവേഴ്സിയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാജാ സാറ് പറയുന്നത് ഒരു വളരെ സത്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ പല സംഗീത സംവിധായകരും അവരൊക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത്. നമുക്കറിയാം പല ആൾക്കാരെ, ഇപ്പോൾ A.T. Mercer അതുപോലുള്ള പല ആൾക്കാരും. ഇപ്പം ശരിക്കും ആ സമയങ്ങളിലൊക്കെ അവർക്ക് അവരുടെ പാട്ടുകൾക്ക് ഇതുപോലെ റോയൽറ്റി ചെറുതാണെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എത്ര അധികം സഹായമാവുമായിരുന്നു. ശരിക്കും ഒരു പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ലിറിക്കിൻ്റെ ആ ലിറിക് റൈറ്ററുടെയാണ്, അതിൻ്റെ മ്യൂസിക്കിൻ്റെ ആ മ്യൂസിക് കമ്പോസറുടെയാണ്. അത് ഒരു പ്രൊഡക്ഷന് കൊടുത്താൽ പോലും ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടേത് തന്നെയാണ്. അപ്പോൾ അത് പല വേദികളിൽ പാടുകയും ഈ സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വേദികളിൽ പാടിയിട്ട് അവർക്ക് വലിയ വലിയ റെമ്യൂണറേഷൻ അവർക്കത് കിട്ടുന്നുണ്ട്. അതൊരു സത്യമാണല്ലോ. പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയ, ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ആ പാട്ടിന് ഒരു പാട്ട് പാടുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഒരു 1000 രൂപ ഒരു കമ്പോസറിന് അല്ലെങ്കിൽ ഒരു ലിറിക് റൈറ്ററിന് റോയൽറ്റി ആയിട്ട്. കാരണം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ സോങ് അല്ല അവർ പാടുന്ന ഒരു സിനിമാ പ്രൊഡക്ഷൻ്റെ പാട്ടാണ്. അതൊരു മ്യൂസിക് കമ്പോസറും ഒരു ലിറിക് റൈറ്ററും കൂടെ ചേർന്ന് ഉണ്ടാവുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കോർട്ട് ഹിയറിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ട് ഏത് പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഈ ലിറിക് റൈറ്ററിനും സംഗീത സംവിധായകനും അതിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗം റോയൽറ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇളയരാജയെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒത്തിരി അതിൻ്റെ കോപ്പിറൈറ്റ് അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. കാരണം അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത് ആ കാലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി അദ്ദേഹം തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ വേറൊരാൾ കൈയടത്തുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിവിടെ വളരെ കഷ്ടപ്പെട്ട് പാടിക്കൊണ്ടിരിക്കുന്നവർക്ക്, പാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല. പക്ഷെ ഇതെല്ലാം എല്ലാവിടെയും ഇതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ചാനൽസിലാണെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് അവർ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു റോയൽറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ എനിക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2000-ഓ 3000 രൂപ അങ്ങനെയൊക്കെ എനിക്ക് ചില മാസങ്ങളിൽ എനിക്ക് വരാറുണ്ട്. ചിലപ്പോൾ ഒരു ലംസം എമൗണ്ട് വരാറുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ ആ പൈസ കിട്ടുന്നതെന്നല്ല, നമ്മൾക്ക് എന്താണ് ലെജിറ്റിമേറ്റായിട്ട് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടുന്നല്ലോ. ഇതൊക്കെ നേരത്തെ ജോൺസേട്ടനും രവീന്ദ്രൻ മാസ്റ്ററിനും അതുപോലുള്ള സംഗീത സംവിധായകനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അവരുടെയൊക്കെ ജീവിതങ്ങളൊക്കെ എത്രയും കൂടുതൽ മെച്ചമായേനെ എന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. ടാലന്റ് ഷോസിൽ പാടുന്ന കുട്ടി എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടും. എങ്ങനെയാണ് ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ടി.വിയിൽ കാണുന്ന മ്യൂസിക് ഷോസ്, അതിലെ സിംഗേഴ്സിന്റെ കയ്യിൽ നിന്നും അഥവാ ആ ചാനൽസിൽ നിന്നും ഒക്കെ പൈസ വരുന്നു. ചാനൽസ് ശരിക്കും അവര് ഈ പാട്ടുകൾ ഇപ്പൊ ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ ആ പാട്ട് അതിൽ പെർഫോം ചെയ്തിട്ട് അതൊരു മോണിറ്ററി അഡ്വാൻറ്റേജിന് ആയിരിക്കുമല്ലോ. അങ്ങനെയല്ലേ വരണം, അത് ബിസിനസ് ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ ഇത് ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട്, അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല, വളരെ ചെറിയ എമൗണ്ട് ആണ്. ഈ കവർ സോങ്സ് പാടുന്നവരുടെ കയ്യിൽ നിന്നും സെയിം അതേ രീതിയിൽ കിട്ടേണ്ടതല്ലേ? അല്ല, എനിക്ക് തോന്നുന്ന അതിനൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ള എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി ഇല്ല. അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ലീഗൽ ആസ്പെക്റ്റിലേക്ക് കൂടുതൽ പോയിട്ടില്ല. അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് ബാധിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ബേസിക്കലി അതിൻ്റെ തോട്ട് റൈറ്റാണ്. ബേസിക്കലി ഇറ്റ് ഇസ് റൈറ്റ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വേണം എന്നൊക്കെ ഉള്ളത് കാലം അത് തീരുമാനിക്കും എന്നുള്ളതാണ്. അത് ഇൻഷുർ ചെയ്യാന്നുള്ളതാണ്. അതാണ് അതിനെ റോയൽറ്റി എന്ന് പറയുന്നത്. അതിന് IPRS എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, അവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാവരും IPRSൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ IPRS ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് വിത്ത് ദിസ്. എവിടെയാണെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ റൈറ്റ് അത് ഡിനൈ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇളയരാജ സാർ ഇത് പറയുന്നു, അത് നമുക്കിത് ചെയ്യണം എന്ന് പറയുന്നു. അത് മനുഷ്യത്വത്തിൻ്റെതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു റീസൺ അല്ല അതിൻ്റെ മുഖ്യ ഘടകം.
അതിൽ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ ഇതെങ്ങനെ എക്സസൈസ് ചെയ്യും? റൈറ്റ് ഉണ്ട്, റൈറ്റ് ഓക്കെ, അങ്ങനത്തെ ഒരു റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇതെങ്ങനെ എക്സസൈസ് ചെയ്യും? അതിനൊരു സിസ്റ്റം. അതാണ് IPRS എന്ന് പറയുന്നത്. IPRS എന്ന് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. എവിടെ ഏത് പ്രോഗ്രാം നടത്താലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏത് ചാനലിൽ പ്രോഗ്രാം നടന്നാലും, അല്ലെങ്കിൽ വെളിയിൽ പ്രോഗ്രാം നടന്നാലും, എത്ര പാട്ടുകൾ പാടപ്പെടുന്നു, അത് ഏതൊക്കെ പാട്ടുകൾ പാടുന്നു, അപ്പോൾ ഇതെല്ലാം അവർ അത് വളരെ കൃത്യമായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എല്ലാ ആർട്ടിസ്റ്റിനും. സാർ, ഈ അടുത്തിടെ അനിരുദ്ധ് മ്യൂസിക് ഡയറക്ടർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു AI യൂസ് ചെയ്തിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിറിക്സ് എഴുതിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനോട് സാറിന്റെ ഒപ്പീനിയൻ എന്തായി? ഇങ്ങനെ ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്? എൻ്റെ എക്കാലത്തെയും ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജിയുടെ സ്ലേവ് ആവരുത് എന്നുള്ളതാണ്. ടെക്നോളജി നമ്മുടെ സ്ലേവ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ AI ആണെങ്കിലും ഏത് പുതിയ കാഴ്ചയാണെങ്കിലും ആ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ AI ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രിയേറ്റീവ് എലിമെൻറ്റ്, ഇപ്പോൾ ChatGPT-യിൽ നമ്മൾ ഒരു ഐഡിയ കൊടുക്കുന്നു, ChatGPT നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നു ഇങ്ങനെയൊക്കെ എഴുതുക, അത് എഴുതി തരികയും ചെയ്യും അല്ലേ? പക്ഷെ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എനിക്ക് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അവിടെ ഞാനല്ല സംസാരിക്കുന്നത്, ChatGPT ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ChatGPT സംസാരിക്കുന്നത്. അല്ല, ഇപ്പോൾ വർഷയുടെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, വർഷ അത് അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും വർഷയുടെ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത് പറയുന്നു, എൻ്റെ വാക്കുകളിലല്ല. അപ്പോൾ മോഡ് എന്ന് പറയുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ്റെ മോഡ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് വേറൊരാളിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ChatGPT ചെയ്യുമ്പോൾ തന്നെ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. പല സ്കൂളുകളിലും ഞാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ChatGPT നോക്കിയാണ് എല്ലാം എഴുതി വയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടും, ചില ഹൈഫൺ അത് റിപ്പീറ്റ് ചെയ്യപ്പെടും, ഇങ്ങനെ വരുന്നത്. അപ്പോൾ AI വരുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ സംഗീതമാണോ അവിടെ വരുന്നത്? അതാണ് അതിന് ഞാനൊരു ലിറിക്ക് കൊടുക്കുന്നു, അതിന് സംഗീതം ഇങ്ങോട്ട് തരുന്നു, അതിന് 10 വേർഷൻസ് 5 മിനിറ്റിനുള്ളിൽ എനിക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ കിട്ടുന്നു വെച്ചു. അതൊന്നും എൻ്റെ മ്യൂസിക് അല്ലല്ലോ. അപ്പോൾ എൻ്റെ മ്യൂസിക് അല്ലാത്തതിനെ എൻ്റെ മ്യൂസിക് ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് മാറി വരില്ലേ എന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാതെ ഞാൻ ചെയ്യുന്നു എന്ന് പറയാനും അത് പ്രചരിപ്പിക്കാനും ആ രീതിയിൽ പ്രശസ്തരാവാനും ആ രീതിയിൽ കാശുണ്ടാക്കാനും ഉള്ള പരിപാടിയായിട്ട് AI മാറാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വരാം, അതിപ്പോൾ ഞാൻ മാത്രം, ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്, ഞാൻ മാത്രമായിട്ട് ഒരു കാര്യത്തിനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റൂല. പക്ഷേ AI-യിൽ നിന്ന് ഇപ്പോൾ ChatGPT ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന, ഞാൻ ChatGPT ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഐ ലാസ്റ്റ് സർട്ടൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ഉത്തരങ്ങൾ കിട്ടിയ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ലാംഗ്വേജിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ രീതിയിൽ ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ AI ഒരു അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവാം. വേറൊരു കാര്യമുണ്ട്, അതായത് ഇപ്പം ഞാൻ പാടിക്കഴിഞ്ഞാൽ, ഞാനൊരു പാട്ട് പാടുന്നു, ഈ പറഞ്ഞ പോലെ ട്രാക്ക് പോലെ പാടുന്നു, അത് AI ഏതെങ്കിലും ഒരു വോയിസ് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നന്നായിട്ട് അത് പാടിയിട്ടുണ്ടെങ്കിൽ AI-യുടെ വോയിസിൽ ആ പാട്ട് അസലായിട്ട് പാടിയതായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ, ശരിക്കും മറ്റുള്ള പാട്ടുകാരെ ഡിഫറെൻറ്റ് വോയിസസ് നമ്മൾ വിളിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ഞാൻ തന്നെ സ്വന്തമായിട്ട് പാടി അത് ഈ വോയിസിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനൊരു പാട്ടിൽ ഈയിടെ ചെയ്യുണ്ടായി. അപ്പോൾ അത് എത്തിക്കലാണോ ശരിയാണോ, അപ്പോൾ ഇയാൾക്ക് എന്ത് പേര് കൊടുക്കുന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവസാനം ഞാൻ ജസ്വീന്ദർ സിംഗ് സംഘ എന്ന് പറഞ്ഞൊരു പേര് അതിനകത്ത് എഴുതി ചേർത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ശരിയും തെറ്റുമൊന്നും എന്താണ് പറയുക, അതൊക്കെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് ഓരോരുത്തർക്കുള്ളത്. എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്ന് മാത്രമേ